ടെലഗ്രാമിന്റെ കഥ. നറേഷൻ ഓൺലി. നമ്മുടെയൊക്കെ ഫോണിൽ ഇന്ന് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ആപ്പാണ് ടെലഗ്രാം. സിനിമകൾ ഡൗൺലോഡ് ചെയ്യാനും ചാറ്റ് ചെയ്യാനും നമ്മളിത് ഉപയോഗിക്കുന്നു. എന്നാൽ ഇതിനു പിന്നിൽ സിനിമയെ വെല്ലുന്ന ഒരു കഥയുണ്ട്. റഷ്യൻ സക്കർബർഗ് എന്നറിയപ്പെടുന്ന പാവൽ ദുറോവിന്റെ കഥ. 2006-ൽ തന്റെ 22-ാം വയസ്സിൽ പാവൽ വി കെ എന്നൊരു സോഷ്യൽ മീഡിയ സൈറ്റ് തുടങ്ങി. റഷ്യയിൽ അത് ഫേസ്ബുക്കിനേക്കാൾ വലിയ ഹിറ്റായി. പാവൽ വലിയ കോടീശ്വരനായി മാറി. എന്നാൽ 2011-ൽ കാര്യങ്ങൾ മാറിമറിഞ്ഞു. റഷ്യൻ സർക്കാരിനെതിരെ ജനങ്ങൾ പ്രതിഷേധിക്കാൻ വി കെ ഉപയോഗിച്ചു തുടങ്ങി. പ്രതിഷേധക്കാരുടെ വിവരങ്ങൾ കൈമാറാൻ പോലീസ് പാവലിനോട് ആവശ്യപ്പെട്ടു. പക്ഷേ എന്റെ യൂസർമാരുടെ സ്വകാര്യത ഞാൻ വിൽക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അത് നിരസിച്ചു. അന്ന് രാത്രി തോക്കേന്തിയ പട്ടാളക്കാർ പാവലിന്റെ വീട് വളഞ്ഞു. ഭയന്നുപോയ പാവൽ തന്റെ സഹോദരനെ വിളിക്കാൻ ഫോണെടുത്തു. അപ്പോഴാണ് അയാൾ ആ സത്യം തിരിച്ചറിഞ്ഞത്. താൻ ഫോണിൽ എന്ത് സംസാരിച്ചാലും അത് പോലീസിന് ചോർത്താൻ കഴിയും. സർക്കാരിന് ചോർത്താൻ കഴിയാത്ത സുരക്ഷിതമായ ഒരു ആപ്പ് ഈ ലോകത്തില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് ടെലഗ്രാം ജനിക്കുന്നത്. കണക്കിൽ പുലിയായ തന്റെ സഹോദരൻ നിക്കോളായിയുടെ സഹായത്തോടെ ആർക്കും ഹാക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കോഡ് അവർ ഉണ്ടാക്കിയെടുത്തു. അവസാനം സ്വന്തം കമ്പനിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട പാവലിന് രാജ്യം വിട്ട് ഓടിപ്പോകേണ്ടി വന്നു. കയ്യിലുണ്ടായിരുന്ന പണവുമായി അദ്ദേഹം പല രാജ്യങ്ങളിൽ അലഞ്ഞു. ഒടുവിൽ ദുബായിൽ അദ്ദേഹം തന്റെ സാമ്രാജ്യം പടുത്തുയർത്തി. വാട്സാപ്പ് ഫേസ്ബുക്കിന് വിറ്റപ്പോഴും കോടികൾ വില പറഞ്ഞിട്ടും ടെലഗ്രാം വിൽക്കാൻ പാവൽ തയ്യാറായില്ല. സ്വാതന്ത്ര്യമാണ് പണത്തേക്കാൾ വലുത് എന്ന് വിശ്വസിക്കുന്ന, പോലീസിനെ ഭയന്ന് നാടുവിട്ട ആ യുവാവ് ഇന്ന് 90 കോടി ജനങ്ങളുടെ പ്രിയപ്പെട്ടവനായി മാറി. Guys, my channel sub and like guys